ഒരു കുഞ്ഞിന്റെ സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്നത് വെറുതെ സംസാരിക്കുന്നത് മാത്രമാണ്. അങ്ങനെയല്ല എങ്കിൽ ഈ ഡെവലപ്മെന്റിന് എന്തൊക്കെ സ്കിൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്? ഒന്നാമതായി, മറ്റുള്ളവർ സംസാരിക്കുന്നത് എത്രത്തോളം മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. രണ്ടാമതായി, സ്വന്തം ആവശ്യങ്ങൾ ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇനി മൂന്നാമതായി, ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ, അതായത് ഒരു സ്കൂള് അല്ലെങ്കിൽ പ്ലേ ഗ്രൗണ്ട് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അപ്രോപ്രിയേറ്റ് ആയി ബിഹേവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നാലാമതായി, സംസാരിക്കുന്നതിന്റെ ക്ലാരിറ്റി ഏജ് അനുസരിച്ച് ഇംപ്രൂവ് ആകണം. അഞ്ചാമതായി, മറ്റൊരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ശബ്ദം ഏതാണെന്ന് തിരിച്ചറിയാനും രണ്ട് ശബ്ദങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനും സാധിക്കണം. ആറാമത്തെ സ്കിൽ എന്നത് ഒരു കുഞ്ഞിന്റെ ഓവറോൾ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിനെ ബോഡി ലാംഗ്വേജും മറ്റ് ആക്ഷൻസും ഏതൊക്കെ രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നു എന്നതാണ്. ഏഴാമതായി, പലതരം കോൺസെപ്റ്റുകൾ, അതായത് സൈസ് കോൺസെപ്റ്റ് ആവാം, അല്ലെങ്കിൽ ടൈം കോൺസെപ്റ്റ് ആവാം, അതുമല്ലെങ്കിൽ കളർ കോൺസെപ്റ്റ് ആവാം. ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകൾ കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ള കഴിവ്. എട്ടാമതായി, നടന്ന കാര്യങ്ങൾ ഓർത്തിരിക്കാനും അത് നടന്ന ഓർഡറിൽ തന്നെ എക്സ്പ്രസ് ചെയ്യാനും സാധിക്കണം. ഒമ്പതാമതായി, മറ്റൊരാളുടെ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് അത് ഫോളോ ചെയ്യാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും കഴിയണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇന്റർ കണക്റ്റഡ് ആണ്. ഒരു ഏരിയയിലെ ഡെവലപ്മെന്റ് മറ്റൊരു ഏരിയയിലെ പ്രോഗ്രസിനെ ബാധിക്കുന്നു. ഇതെല്ലാം ഒന്നിച്ചു വന്നാൽ മാത്രമേ ഒരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷന് സാധിക്കുകയുള്ളൂ.